ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. അന്യായമായി ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പാലേക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ ടോൾ പ്ലാസയിലേക്ക് കടത്തിവിടാതെ തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സംഘർഷത്തിനിടെ പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന് വാഹനങ്ങൾ കടത്തിവിട്ടു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയാണ് ടോൾ പ്ലാസയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഇന്ന് രാവിലെ 11:30 ധർണ. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KS റോസൽരാജ്, സുകന്യ ബൈജു, ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ, ഒല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി മിഥുൻ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. സർക്കിൾ ലൈവ് ന്യൂസ്, തൃശൂർ. അനിയന്ത്രണമായി വർദ്ധിപ്പിച്ചതിനെതിരെ അതിന്റെ ഭാഗമായി അതിന്റെ കൂടെ നിങ്ങൾ ഓഫീസിൽ കാണിച്ചാൽ മതി. ഞങ്ങളുടെ ഡിവൈഎഫ്ഐ അടിയന്തര സ്വഭാവത്തോട് കൂടിയിട്ട് ഇത്തരത്തിലൊരു പ്രകടനം ഞങ്ങൾ ഇവിടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഇവിടെ നിന്ന പോലീസുകാരെയും ഇവിടെ ഇന്ന ഓഫീസ് സംവിധാനത്തെയും അതിനെല്ലാം തരണം ചെയ്യാൻ പറ്റാവുന്ന ശേഷി തൃശ്ശൂരിലെ ഡിവൈഎഫ്ഐക്ക് ഒല്ലൂരിലെ ഡിവൈഎഫ്ഐക്കും തരുന്നതാണ് ഇവിടുത്തെ പോലീസുകാരും ടോൾ പാസ് അധികാരികളും മനസ്സിലാക്കണം. സ്വകാര്യ ആവശ്യങ്ങൾ അനുസരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ടോൾ നിരക്ക് ഇങ്ങനെ അന്യായമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പാലേക്കര ടോൾ പ്ലാസയിൽ മാത്രം നിലനിൽക്കുന്നതല്ല, ദേശീയപാതയിൽ തുടങ്ങിയ ഇതുപോലെയുള്ള ചുങ്കപ്പുരകൾ കെട്ടിയുയർത്തി സാധാരണക്കാരായ ജനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവരുടെ പോക്കറ്റ് പിടിഞ്ഞെടുക്കുന്ന സമയത്തും വേണ്ടി ഒന്നും യഥാവിധി യാതൊരു തരത്തിലുള്ള നിലപാടും സ്വീകരിക്കും. കൊച്ചി അതുപോലെ തന്നെ സേലം വ്യവസായ ഇടങ്ങളിൽ എത്രയോ ചരക്ക് വാഹനങ്ങളാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും
ഇത്തരത്തിലുള്ള ചുങ്കപ്പാറകൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് അത് നിഷേധിക്കുന്ന സമീപനം BJP എന്ന പേരിൽ ഈ നാടിനകത്ത് കേന്ദ്ര സർക്കാർ കോൺഗ്രസും BJPയും നേരിടേണ്ടി ഭരിച്ച കോൺഗ്രസ് സർക്കാരിന്റെ വളരെ ഇടത്തിൽ നിയമനിർമ്മാണങ്ങളുടെ ഭാഗമായി നാഷണൽ ഹൈവേ അതോറിറ്റിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കരാർ കമ്പനികൾക്ക് കൊള്ളു നടത്താനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഈ രാജ്യത്തിനകത്ത് ഭരണകൂടം ഈ വർദ്ധനവിന്റെ ഭാഗമായി ഈ കമ്പനിക്കെതിരായിട്ട് ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ നമ്മുടെ നാടിനകത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 2014 മോദി അധികാരത്തിൽ വരുന്ന പറഞ്ഞത് ഞങ്ങൾ പാലിയേക്കരയിലെ ടോൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ടോൾ പ്ലാസുകൾ അവസാനിപ്പിക്കുമെന്നുള്ളതാണ്. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ.